ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാ കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധിയെഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ യു ഡി എഫിനകത്ത് അതെപ്പോഴും യു ഡി എഫ് അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും യു ഡി എഫിൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും. അതിപ്പോൾ ഞങ്ങൾ പിന്നെ അതിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും ഈ മുഖ്യമന്ത്രി തല ചർച്ചകൾ ഇങ്ങനെ സജീവമാകുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നതാണ്. അല്ല, ഇതിപ്പോൾ കുറേ നേരത്തെ തുടങ്ങിയതല്ലേ. എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണല്ലോ. ഏതായാലും അന്തിമ ഫലം 4-ാം തീയതി വരും. അതിൻ്റെ ശേഷം അതിൽ കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും. അതെ, ഇത്തവണ ഞങ്ങളൊരു 27 സീറ്റ് മത്സരിച്ചിട്ടുണ്ട്. അതിൽ ഒരു 10-20 സീറ്റ് കിട്ടും. 20-22 സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് അടക്കം കൂടുതൽ കിട്ടാനുള്ള അർഹതയില്ല ഇത്രയും സീറ്റ് കിട്ടുകയാണെങ്കിൽ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ നിലയ്ക്ക് തന്നെ UDF ചർച്ച ചെയ്തിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തും. മന്ത്രിമാരുടെ എണ്ണം ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടത് അത് UDF എപ്പോഴും അനുവദിച്ച് തന്നിട്ടുണ്ട്. തവണയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഡിമാൻഡ് ചെയ്യേണ്ട, കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ആണല്ലോ UDFനെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ UDF നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മുസ്ലിം ലീഗ് അതിനോടൊപ്പം ഉണ്ടാവും എപ്പോഴും. ഞങ്ങൾ തുടക്കം മുതലേ നിങ്ങൾ ഈ ഇലക്ഷൻ തുടങ്ങിയാന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലി സാഹിബ് മുഖ്യമന്ത്രിയാവും. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ. അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. AK ബാലൻ പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നത് ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ അജണ്ടയാണെന്നാണ്. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ്. മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ആ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. ശരി, താങ്ക് യു.